പല ERPസും ഫെയിലാവുന്നതിൻ്റെ കാരണം ഇംപ്ലിമെൻറ്റേഷനാണ്. ഒരു ഇംപ്ലിമെൻറ്റേഷൻ പാർട്ടിൽ നമുക്ക് ശരിയായിട്ടുള്ള ശ്രദ്ധ ചെലുത്താൻ പറ്റാത്തതാണ് ഫെയിലാവാനുള്ള ഒരു കാരണം. എൻ്റെ റണ്ണിങ് ഫെയിലാവാനോ അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റേഷൻ കംപ്ലീറ്റ് ചെയ്യാതിരിക്കാനുള്ള ഒരു കാരണമായിട്ട് കാണുന്നു. ഈ ഇംപ്ലിമെൻറ്റേഷൻ്റെ സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്? സെലക്ഷൻ പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഈ പറഞ്ഞ പോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇംപ്ലിമെന്റേഷന്റെ സമയത്ത്. കാരണം എന്താന്ന് വെച്ചാൽ ഒരു ഇൻഡസ്ട്രി ഡേറ്റ നോക്കിയാൽ അറൌണ്ട് 70% ഓഫ് ദ ERP ഇംപ്ലിമെന്റേഷൻസ് ഫെയിൽ എന്നാണ് ഇൻഡസ്ട്രി പറയുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. അതിൽ ഒരു വലിയ കാരണമാണ് ഈ പ്രോഡക്റ്റ് റിക്വയർമെന്റ് ഫിറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ കമ്പനിക്ക് വേണ്ടി പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഇംപ്ലിമെന്റേഷൻ എന്താ പറയാ തീർന്നു ലൈവായി സാധനം എന്നുണ്ടെങ്കിലും ആരും അത് ഉപയോഗിക്കില്ല. അപ്പൊ അതിനെ ഒരു ഫെയിലിയർ ആയിട്ടേ നമുക്ക് കരുതാൻ പറ്റും. രണ്ടാമത്തെ ഒരു കാര്യം വരുന്നത് ഈ രണ്ട് ടീമുകൾ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ്. ഒന്ന്, നമ്മുടെ കമ്പനി വിച്ച് ഇസ് എ കൺസ്ട്രക്ഷൻ കമ്പനി, അവിടെയുള്ള ആൾക്കാർക്ക് നമ്മുടെ കമ്പനിയിൽ എന്താണ് ചെയ്യുന്നത്, എന്താ നടക്കുന്നത് കൃത്യമായിട്ട് അറിയാം, എല്ലാം പറയാനറിയാം. അപ്പുറത്തുള്ളത് ഒരു IT വെണ്ടറാണ്. IT വെണ്ടർക്ക് അവരുടെ പ്രോഡക്റ്റിനെ പറ്റിയും അതിന്റെ ഫീച്ചേഴ്സിനെ പറ്റിയും വളരെ നന്നായിട്ട് അറിയാം. പക്ഷെ ഇത് രണ്ടും കൂടെ ഒന്നിച്ച് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് മനസ്സിലാക്കുന്നതിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. കാരണം ഒരു IT ഡെവലപ്പർ അല്ലെങ്കിൽ ഒരു ഡെവലപ്മെന്റ് ടീം എപ്പോഴും സംസാരിക്കുന്നത് ഒരു ടെക്നോളജി ലെവലിൽ നിന്നിട്ടാണ്. അവരൊരു ഡെമോ ചെയ്യുമ്പോൾ പോലും അവരുടെ പ്രോഡക്റ്റിന്റെ ഡെമോക്ക് ഒരു സ്ഥിരം പാറ്റേൺ ആയിരിക്കും. ഇന്ന ആളായിട്ട് ലോഗിൻ ചെയ്യുന്നു, ഇന്ന സ്ക്രീനിലേക്ക് പോകുന്നു, ഇന്ന ഡേറ്റ ഇടുന്നു, ഇവിടെ സേവ് ചെയ്യുന്നു, ഇവിടെ റിപ്പോർട്ട് വരുന്നു എന്ന് അവർ പറയുന്നത്. അതിൽ നമ്മുടെ ബിസിനസ് ഇല്ല. എന്നാൽ ഇപ്പത്തെ സൈഡില് നമ്മുടെ ടീമിലുള്ളവർ പറഞ്ഞു കൊടുക്കുന്നത് പ്യോർലി ബിസിനസിനെ പറ്റിയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ മാനേജ് ചെയ്യാനായിട്ട് ഇടയിൽ ഒരു പ്രോജക്ട് മാനേജ്മെന്റ് ടീം ഇല്ലെങ്കിലാണ് ഈ ഇംപ്ലിമെന്റേഷൻ ഫെയിൽ ആവുന്നതിന്റെ ഒരു വലിയ കാരണം. രണ്ടാമത്തത് ഈ ടൈം ലൈൻസ് പറയും. ടിപ്പിക്കലി ഞാൻ പറഞ്ഞല്ലോ 4 തൊട്ട് 6 മാസം വരെയാണ് ഒരു ഇംപ്ലിമെന്റേഷൻ എടുക്കുക. പക്ഷെ ആ സമയം പറഞ്ഞു കഴിഞ്ഞിട്ടും 6 മാസം കഴിഞ്ഞു, 1 കൊല്ലം കഴിഞ്ഞു, 2 കൊല്ലമായിട്ടും ഇംപ്ലിമെന്റേഷൻ തീരാത്ത പല ERP ഇംപ്ലിമെന്റേഷൻസും ഉണ്ട്. അതിന് പല കാരണങ്ങളാകാം, 2 സൈഡിലെയും കാരണങ്ങളാകാം. ഇപ്പൊ IT ടീമിൽ ആ വെണ്ടറുടെ അടുത്തുണ്ടായിരുന്ന സ്ഥിരമായി നമ്മൾ സംസാരിച്ചിരുന്ന ഒരാൾ ആ കമ്പനി വിട്ടുപോയി, പുതിയ ഒരാൾ വന്നു, അയാൾക്കറിയില്ല ഇത് എവിടെ വെച്ച് നിർത്തി എന്നുള്ളത്. അങ്ങനെയായിരിക്കും അവരുടെ സൈഡായിരിക്കാം. പക്ഷെ ചിലപ്പോൾ കൺസ്ട്രക്ഷൻ കമ്പനിയിലെ പ്രശ്നവുമായിരിക്കാം. കാരണം എന്താ വെച്ചാൽ IT വെണ്ടർ ഒരു ഡേറ്റ ചോദിക്കും, ഞാൻ പറഞ്ഞല്ലോ, ലിസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് എല്ലാം ചോദിക്കും, ലിസ്റ്റ് ഓഫ് എംപ്ലോയീസ് ചോദിക്കും, ലിസ്റ്റ് ഓഫ് അസറ്റ്സ്, പ്ലാന്റ് ആൻഡ് മെഷീനറി ചോദിക്കും. ഇതെല്ലാം കൃത്യമായിട്ട് കൊടുക്കാനായിട്ട് ഇപ്പുറത്തെ ഒരാളില്ലെങ്കിൽ, കൃത്യമായിട്ട് കൊടുക്കാൻ ഒരു ടീമില്ലെങ്കിൽ അപ്പോഴും ഈ ഇംപ്ലിമെന്റേഷൻ മുന്നോട്ട് പോയില്ല. ഇങ്ങനെ പല റീസൺസ് കൊണ്ടാണ് ഇംപ്ലിമെന്റേഷൻ ഫെയിൽ ആവുന്നത്. അപ്പൊ അതിന് ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഡെഡിക്കേറ്റഡ് പ്രോജക്ട് മാനേജ്മെന്റ് ടീം ഉണ്ടാവണം. ആ ഒരു 4 മാസത്തേക്ക് അല്ലെങ്കിൽ 6 മാസത്തേക്ക് ഹു കോർഡിനേറ്റ്സ് ബിറ്റ്വീൻ ദീസ് 2 പീപ്പിൾ. ഇവർക്ക് ഇവിടെ നിന്ന് റിക്വയർമെന്റ് ഒരു IT ലാംഗ്വേജിൽ കൺവേർട്ട് ചെയ്ത് നമ്മുടെ ERP വെണ്ടർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്ന ഒരു ടീം. ഓൾസോ എല്ലാ ഡേറ്റയും കറക്റ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് അത് വാലിഡേറ്റ് ചെയ്ത് ഇവർക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ സാധിക്കുന്ന ഒരു ടീം. ഇനി കോൺഫിഗറേഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു യൂസർ സൈഡിലുള്ള ട്രെയിനിങ് ഉണ്ട്, ടെസ്റ്റിംഗ് ഉണ്ട്. ഇത് രണ്ടും സമയബന്ധിതമായി ആവശ്യമുള്ളവരെ എല്ലാം പലപ്പോഴും നമുക്കൊരു കോൺഫറൻസ് റൂമിൽ എല്ലാവരെയും കൊണ്ട് ഇരുത്തി ഹാൻഡ്സ് ഓൺ ചെയ്യിപ്പിച്ച് അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കേണ്ട ഒരു ആവശ്യം. ഇതെല്ലാം ചെയ്യാനായിട്ട് ഒരു ടീം ഡെഫിനറ്റ്ലി ഉണ്ടാവണം. ആ ടീം ഇല്ലാതിരിക്കുമ്പോഴാണ് ഈ ഇംപ്ലിമെന്റേഷൻ പലപ്പോഴും ഫെയിൽ ആവുന്നത്. ഓക്കെ നിഷ, എനിക്ക് തോന്നുന്നത് നമ്മൾ സംസാരിച്ചു തുടങ്ങിയത് ഒരു ഓർഗനൈസേഷനിൽ ERPയുടെ ഇംപ്ലിമെൻറ്റേഷൻ്റെ ആവശ്യം എന്താണ്, ERPയുടെ ആവശ്യം എന്താണ്, എന്തൊക്കെയാണ് അതിലേക്ക് നയിക്കുന്ന കൺസേൺസ് എന്തൊക്കെയാണ്. പിന്നീട് നമ്മൾ കണ്ടത് ERP ഇംപ്ലിമെൻ്റ് ചെയ്ത ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു ERP ഇംപ്ലിമെൻ്റ് ചെയ്തവരുടെ ബെനിഫിറ്റ്സുകൾ എന്തൊക്കെയാണ്. പിന്നെ നമ്മൾ കണ്ടു ഒരു സാധാരണ ഉള്ള ഒരു കൺസ്ട്രക്ഷൻ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ERPയിലുള്ള മോഡ്യൂൾസ് എന്തൊക്കെയാണ്, നമുക്ക് ബിൽഡേഴ്സിന് വേണ്ടിയിട്ടുള്ള മോഡ്യൂൾസ് എന്തൊക്കെയാണ്. ഒരു ഇംപ്ലിമെൻറ്റേഷന് നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് നമ്മൾ കണ്ടു. സാധാരണ ഇതിൽ ഈ പറഞ്ഞ പോലെ ഏറ്റവും അവഗണിക്കപ്പെടുന്ന ഒരു സമയമാണ് ഈ ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത്. കാരണം നമ്മൾ
സൈനപ്പ് ചെയ്തു, പൈസ കൊടുത്തു. അപ്പോൾ അവരും ഹാപ്പിയായി, നമ്മളും ഹാപ്പിയായി. കാരണം നമ്മൾ ഏകദേശം പണി കഴിഞ്ഞു എന്ന് കരുതി. ശരിക്കും പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം നിഷ പറഞ്ഞനുസരിച്ചിട്ട് നമ്മുടെ പണി തുടങ്ങുന്ന അവസരമാണത്. ശരിക്കും പറഞ്ഞാൽ ഈ പൈസ കൊടുത്ത ഓർഗനൈസേഷന്, അതായത് ഈ ബിൽഡറെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ പണി തുടങ്ങുന്ന അന്നേരമാണ്, ഇംപ്ലിമെൻറ്റേഷൻ തുടങ്ങുമ്പോഴാണ്. പക്ഷെ നമ്മളതിൻ്റെ ആ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കണം. പിന്നെയുള്ളത് നമ്മുടെ സെലക്ഷൻ്റെ പറ്റി സംസാരിച്ചു, അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനെ പറ്റി സംസാരിച്ച് നമ്മളിവിടെ നിൽക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിരുന്ന ഈ എങ്ങനെയാണ് കൺസോൾ അസോസിയേറ്റ്സ് ഈ ബിൽഡർ കമ്മ്യൂണിറ്റിയെ അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റേഷന് വേണ്ടിയിട്ട് എന്തൊക്കെ സർവീസസ് ആണ് ഓഫർ ചെയ്യുന്നതെന്ന് പറയാം. കൺസോളിൽ നമ്മൾ 3 തരത്തിലാണ് സർവീസസ്, 3 തലത്തിലാണ് സർവീസസ് കൊടുക്കുന്നത്. ഒന്ന്, ERPക്ക് മുമ്പുള്ള പ്രിപ്പറേഷൻ സ്റ്റേജിൽ പ്രോസസ്സുകൾ സ്റ്റാൻഡർഡൈസ് ചെയ്യാനും സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് പ്രിപ്പയർ ചെയ്യാനും അതിന് നമ്മൾ വളരെ എക്സ്റ്റെൻസീവായ ഡിസ്കഷൻസ് ഒക്കെ നടത്തിയിട്ടാണ് നമ്മൾ SOPsലേക്ക് എത്തുന്നത്. കാരണം ഇപ്പോൾ ആ കമ്പനിയിലുള്ളവർ എന്ത് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കണം, അതും ഒരു ബെസ്റ്റ് പ്രാക്ടീസസുമായിട്ടുള്ള ഗ്യാപ്പുകൾ മനസ്സിലാക്കണം, എന്നിട്ട് പുതിയൊരു പ്രോസസ് ഡിസൈൻ ചെയ്യണം, എന്നിട്ട് ഇവരെ ട്രെയിൻ ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സിലേക്ക് എത്തിക്കുന്നു. അതാണ് ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത്. രണ്ടാമത്തെ ഒരു സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്നത് ഈ പ്രോഡക്റ്റ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നമ്മൾ ചെയ്യും. കാരണം എന്താന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ടിപ്പിക്കൽ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ നോക്കിയാൽ അവിടെ എല്ലാവരും വളരെ തിരക്കിലാണ്. എല്ലാവർക്കും അവനവന് ചെയ്യാവുന്നതിനേക്കാൾ അധികമായിട്ടുള്ള ജോലി ഉണ്ടാവും. ഒരാള് ഡെഡിക്കേറ്റഡ് ആയിട്ടിരുന്ന് ഒരുപാട് ഡെമോ ഒക്കെ കണ്ട് അത് കമ്പയർ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രാക്ടിക്കലി വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്നത്, നമ്മളത് ഒരു സർവീസ് ആയിട്ട് ചെയ്യുമ്പോൾ അവരുടെ റിക്വയർമെന്റ്സ് കൃത്യമായി മനസ്സിലാക്കി, അത് ആദ്യത്തെ സ്റ്റേജ് നമ്മൾ ചെയ്താണെങ്കിൽ വളരെ ഈസിയാണ്. കാരണം SOPs നമ്മൾ എഴുതുകയാണെങ്കിൽ നമുക്ക് അറിയാം കൃത്യമായിട്ട് ഇവർക്ക് എന്താ വേണ്ടത്. ആ റിക്വയർമെന്റ്സ് ബേസ് ചെയ്ത് നമ്മുടെ ഒരു ഇൻഹൗസ് ഫ്രെയിംവർക്ക് ഉണ്ട്. ആ ഫ്രെയിംവർക്ക് ബേസ് ചെയ്ത് ERPsനെ റാങ്ക് ചെയ്ത് ഫൈനലി നമ്മൾ കൊടുക്കുന്ന ഒരു റെക്കമെൻഡേഷൻ റിപ്പോർട്ടിൽ ലാസ്റ്റ് ERPs ഏറ്റവും ടോപ്പ് ആയിട്ട് പെർഫോമിംഗ്, ഇവർക്ക് മാച്ച് ആയിട്ട് വരുന്ന 3 ERPsനെയാണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ ആ 3 പേരുടെയും ഡെമോ ഇവരെ കാണിച്ച് അവരുടെ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻസും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ഒരു റിപ്പോർട്ടായിട്ട് കൊടുക്കും. സോ ദാറ്റ് ഒരു കൺസ്ട്രക്ഷൻ ഫേമിൽ ഫൗണ്ടർക്കോ MDക്കോ ഈസി ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കാം ഏത് ERPയിലേക്ക് പോകണം എന്നുള്ളത്. അതുകൂടാതെ അതിന്റെ ഒരു ക്ലോഷർ സ്റ്റേജിൽ, നെഗോസിയേഷൻ സ്റ്റേജിലും എന്തൊക്കെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ശ്രദ്ധിക്കണം, എന്ത് പോയിന്റ്സിലാണ് നമ്മൾ നെഗോസിയേഷൻ വളരെ ഹാർഡായിട്ട് ചെയ്യേണ്ടത്, എന്തൊക്കെ നമുക്ക് ചെറുതായി വിട്ടുകൊടുക്കാം, അങ്ങനെയുള്ള SLAs എങ്ങനെ വരണം, ഇതെല്ലാം നമ്മൾ ഡിഫൈൻ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. ഇനി മൂന്നാമത്തെ സ്റ്റേജിൽ ഡ്യൂറിങ് ദ ഇംപ്ലിമെന്റേഷൻ വി ആക്ട് ആസ് ദ പ്രോഗ്രാം മാനേജ്മെന്റ് ടീം ഫോർ ദ കൺസ്ട്രക്ഷൻ കമ്പനി. അപ്പൊ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് അങ്ങനെ ഒരു IT ഇംപ്ലിമെന്റേഷൻ ടീം ഇല്ല, അല്ലെങ്കിൽ അവർക്ക് സപ്പോർട്ട് വേണമെങ്കിൽ നമ്മൾ ആ പ്രോഗ്രാം മാനേജ്മെന്റ് ടീമായിട്ട് ആക്ട് ചെയ്യും. ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, വി അണ്ടർസ്റ്റാൻഡ് ദ റിക്വയർമെന്റ്സ് ഓഫ് ദ കമ്പനി, ഓൾസോ വി ആർ എ ടെക്നോളജി ടീം. നമുക്കൊരു ടെക്നോളജി ബേസും ഉള്ളത് കൊണ്ട് ഈ 2 പേരോടും സംസാരിക്കൽ നമുക്ക് വളരെ ഈസിയാണ്. അതിൽ തന്നെ ഇപ്പോൾ നമ്മളൊരു പ്രോജക്ട് പ്ലാൻ ഉണ്ടാക്കും ഇംപ്ലിമെന്റേഷന് വേണ്ടി. അതൊരു 6 മാസത്തെ പ്ലാൻ ആണെങ്കിൽ കൃത്യമായിട്ട് ആ പ്രോജക്ട് പ്ലാനിൽ കൂടി തന്നെ ഇംപ്ലിമെന്റേഷൻ പോകുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തും. ഓരോ ആഴ്ചയിലോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴോ ഒരു സ്റ്റേറ്റസ് മീറ്റിംഗ് എല്ലാവരുമായിട്ട് വെക്കും. എന്തെങ്കിലും എസ്കലേഷൻസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ലാഗ് വരുന്നുണ്ടെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്യും, ഡേറ്റ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെയുള്ള എല്ലാ സപ്പോർട്ടും നമ്മൾ ഇംപ്ലിമെന്റേഷൻ സമയത്ത് ചെയ്തിട്ടുണ്ട്. നമ്മൾ ടിപ്പിക്കലി ഇൻവോൾവ് ചെയ്യുന്ന ERP ഇംപ്ലിമെന്റേഷൻസ് നമുക്ക് എപ്പോഴും 4 to 5 months വളരെ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാറുണ്ട് ഇതുവരെ. അതിൽ തന്നെ ലാസ്റ്റ് ഒരു അതിന്റെ എൻഡിലെത്തുമ്പോൾ യൂസർ ട്രെയിനിങ് എത്തുമ്പോൾ നമ്മൾ വളരെ സ്പെസിഫിക് ആയിട്ട് IT വെൻഡറിനെ ഈതർ അവര് ഓൺ പ്രിമൈസിൽ വരുമോ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ചെയ്യുവാണെങ്കിലും ഓരോ ഡിപ്പാർട്ട്മെന്റിനും സെപ്പറേറ്റ് ആയിട്ട് വളരെ ഇന്റൻസീവ് ട്രെയിനിങ് കൊടുക്കാനായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഇത്രയുമാണ് നമ്മൾ കൺസോൾ സൈഡിൽ ചെയ്യുന്ന സർവീസസ്.